നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ IPLൻ്റെ ലീഗ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പ്ലേ ഓഫിൽ ആരൊക്കെ ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കും, എലിമിനേറ്റർ കളിക്കും, ഇതൊക്കെ വ്യക്തമായി കഴിഞ്ഞു. PBKS ആണ് 14 കളികളിൽ നിന്ന് 19 പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. RCBക്കും 14 കളി 19 പോയിൻ്റുണ്ട്. പക്ഷേ +0.372 നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ PBKS ഒന്നാമതായപ്പോൾ +0.301 നെറ്റ് റൺ റേറ്റോടെ RCB രണ്ടാമതായി. GT 14 കളിയിൽ നിന്ന് 18 പോയിൻറ്റോടെ മൂന്നാമതും, MI 14 കളിയിൽ നിന്ന് 16 പോയിൻറ്റോടെ നാലാം സ്ഥാനത്തുമായി. ആദ്യ രണ്ട് സ്ഥാനക്കാർ ക്വാളിഫയർ 1 ആണ് കളിക്കുക. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്വാളിഫയർ 1 കളിച്ചാൽ വിജയിക്കുന്ന ടീമിന് നേരിട്ട് ഫൈനലിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോൾ ആ കളി തോറ്റാലും പുറത്താവില്ല, അവർക്ക് ക്വാളിഫയർ 2 കളിക്കാൻ പറ്റും. അതേസമയം 3-4 സ്ഥാനത്തുള്ള ടീമുകൾ എലിമിനേറ്ററാണ് കളിക്കുക. ആ കളി പൊട്ടിയാൽ പുറത്താവും. ജയിച്ച ടീം നേരിട്ട് ഫൈനലിലേക്ക് പോയില്ല, അവർ ക്വാളിഫയർ 2 കളിച്ചിട്ടാണ് പിന്നെ ഫൈനലിലേക്ക് എത്തുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആദ്യ മത്സരങ്ങൾ പ്ലേ ഓഫിലെ ക്വാളിഫയർ 1ഉം എലിമിനേറ്ററും നടക്കുന്നത് മുല്ലാൻപൂരിൽ വെച്ചിട്ടാണ്. ക്വാളിഫയർ 1 മെയ് 29 PBKS വേഴ്സസ് RCB പോരാട്ടം. മെയ് 29 മുല്ലാൻപൂരിൽ ഒരു തകർപ്പൻ പോരാട്ടമാണ് വരുന്നത് എന്നർത്ഥം. ഈ സീസണിൽ പൊളിച്ചടുക്കിയ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. വിജയിക്കുന്ന ടീം ഫൈനലിൽ എത്തുകയും ചെയ്യും. PBKS വേഴ്സസ് RCB ക്വാളിഫയർ 1 മെയ് 29 മറക്കണ്ട. മെയ് 30 എലിമിനേറ്റർ വരുന്നത്. MI വേഴ്സസ് GT മത്സരം അന്ന് നടക്കും. പരാജയപ്പെടുന്ന ടീം പുറത്തേക്ക് പോവും, വിജയിക്കുന്ന ടീം അടുത്ത ക്വാളിഫയർ കളിക്കാൻ വേണ്ടി യോഗ്യത നേടുകയും ചെയ്യും. ആ ക്വാളിഫയർ 2 നടക്കുന്നത് ജൂൺ 1 ജൂൺ 1 രാത്രി 7:30 മത്സരം അപ്പോഴേക്കും മാറി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് എത്തും. അത് കഴിഞ്ഞ് ഫൈനൽ മത്സരം ജൂൺ 3 അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.